ഞാൻ എത്തിട്ടാ. എല്ലാരും ഉണ്ടല്ലോ, മാഷ പിടിക്കാവില്ലേ? അല്ലടാ, ഇത്തിരി പച്ചക്കറിയും പലചരക്കും മേടിക്കണം. എനിക്കിന്ന് ബ്യൂട്ടി പാർലറിലും പോണം, കുറച്ച് ബേക്കറി വാങ്ങുവാനോ. മേടിച്ചു തരാടാ. ചേച്ചിക്കൊന്നും വേണ്ടേ? വേണമല്ലോ. ആ, ഫാൻസി ഷോപ്പിലേക്കായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? അല്ല, ബാക്കി എല്ലാം ആയില്ലോ. പച്ചക്കറി, ബ്യൂട്ടി പാർലർ, ബേക്കറി. ഓ, ഇന്ന് വൈകുന്നേരം വരെ ലോട്ടായി. എന്തിന്? നേരെ MCP സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയാൽ മതി. ഇതെല്ലാം അവിടെ കിട്ടും. ഇരിഞ്ഞാലും കൂടെ അത്ര സന്തോഷിക്കണ്ട. മിനിമം ചാർജ് ഓട്ടം. MCP നമ്മുടെ അഷ്ടമിച്ചിറയിലും വന്നിട്ടുണ്ട്. നന്നായി. അഷ്ടമിച്ചിറയിൽ ഷോപ്പിംഗ് ഇനി വളരെ ഈസി. ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫാൻസി ജുവലറി, ബേക്കറി ആൻഡ് സ്വീറ്റ്സ്, ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ്, ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ്, ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആൻഡ് ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പാർലർ ആൻഡ് കഫറ്റീരിയ. ഷോപ്പിംഗ് ഈസിയാക്കാൻ ഇനി MCP സൂപ്പർ മാർക്കറ്റ്. MCP സൂപ്പർ മാർക്കറ്റ്, ഇരിങ്ങാലക്കുട, അഷ്ടമിച്ചിറ. ആനപ്പാറ അണ്ണല്ലൂർ ശ്രീ മണലി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ താലപ്പൊലി മഹോത്സവം ധനുമാസം 28-29 മകരം 1 തീയതികളിലായി കൊണ്ടാടപ്പെടുകയാണ്. ഉത്സവ ആഘോഷങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ രാജേഷ് വെട്ടത്ത്, ലജു കണ്ണത്ത്, അജയ്കുമാർ കൈതവളപ്പിൽ, തിലകൻ ചക്കുങ്ങൽ, അജയൻ ചൂരക്കാട്ടിൽ എന്നിവരാണ്. ഏകദേശം 500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മണലി ഭഗവതി ക്ഷേത്രം. ഗുരുമുത്തപ്പൻ്റെ ഉപാസനാമൂർത്തിയായി ഭഗവതിയും ഉപദേവതകളും ഈ നാട്ടിൽ എത്തിച്ചേർന്നതാണ് വിശ്വാസം. കിഴക്കേത്തയിൽ എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരെ ഗുരുമുത്തപ്പൻ്റെ ഉപാസനമൂർത്തിയായിട്ടാണ് ദേവി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. അതോടൊപ്പം തന്നെ 3-4 കുടുംബങ്ങൾക്ക് പരദേവതാ ബന്ധമുള്ള ക്ഷേത്രമാണിത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് വെള്ളരിക്കൽ, പയ്യപ്പിള്ളി, വിളക്കത്തുറമ്പിൽ, ആലയ്ക്കപ്പറമ്പിൽ, കറുകപ്പിള്ളി. ഇന്ന് ക്ഷേത്രം നാട്ടിലെ എല്ലാവരുടെയും ഒരു ഉപാസന കേന്ദ്രമായി നടന്നു വരുന്നു. നല്ലൂർ മണലി ഈഴവ സമുദായം എന്ന പേരിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് സമുദായം രൂപീകരിച്ച് ആ സമുദായമാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം 14-ാം തീയതിയാണ് മകരച്ചൊവ്വ ആയിട്ട് ആഘോഷിക്കുന്നത്. പ്രധാനപ്പെട്ട ദിവസമായ ചൊവ്വാഴ്ച രാവിലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളോടുകൂടി ക്ഷേത്രത്തിൽ ആരംഭിക്കും. വൈകിട്ട് ഒരു 10 മണിയോടുകൂടി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലാഘോഷങ്ങൾ, അതായത് കുണ്ടായി ആനപ്പാറ താലാഘോഷം, വടക്കുംഭാഗം താലാഘോഷം, കോൾക്കുന്ന് താലാഘോഷം, ആനപ്പാറ ജംഗ്ഷൻ 4 ടീമുകളാണ് പ്രധാനമായിട്ട് താലം എത്തിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും കാളകളിയുടെ അകമ്പടിയോടുകൂടി ഒരു താലവും എത്തിച്ചേരുന്നതാണ്. അങ്ങനെ 5 ടീമുകളാണ് അവിടെ എത്തിച്ചേരുന്നത്. പ്രധാനപ്പെട്ട ചടങ്ങുകളായ ഗുരുതി, മഹാഗുരുതി, അതായത് 12 ഉള്ളി മഹാഗുരുതി നടക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് 10:30 ആണ്. അതോടൊപ്പം തന്നെ ദേവിയുടെ കളമെഴുതി സ്തുതിച്ച് പാടുന്ന കളമെഴുത്ത് പാട്ടും ക്ഷേത്രത്തിൽ വൈകിട്ട് അവിടെ ഉണ്ടായിരിക്കും. മണലി ഭഗവതി ദേശത്തിൻ്റെ ഉപാസനാമൂർത്തിയാണ്. ദേശത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ മകരച്ചൊവ്വ ദിവസം ദേവീസന്നിധിയിലെത്തുന്നതാണ് മകരച്ചൊവ്വ മഹോത്സവം. ഓരോ ഉത്സവങ്ങളും
ഓരോ ഓർമ്മകളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. ആ നല്ല ഓർമ്മകളുടെ കൂട്ടത്തിലേക്ക് ഈ വർഷത്തെ ഉത്സവവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉത്സവാശംസകൾ.